അനാമികയും രേവതിയും ചെയ്യുന്ന ദുഷ്ടത്തരം അനി നേരിൽ കാണുന്നുണ്ട്. അപ്പൊ തന്നെ അനി കരുതുന്നുണ്ട് തന്റെ അമ്മ ഓരോ ദിവസവും ഇവളുടെ മുന്നിൽ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മ ഇത് അറിഞ്ഞേ പറ്റൂ. ഇവൾക്ക് ഈ വീട്ടിലുള്ളവരോടും ഈ കുടുംബത്തോട് സ്നേഹമില്ല. ഈ കുടുംബത്തിന്റെ സ്വത്തിലാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കും കണ്ണ്. എന്തായാലും അനി ജാനകിയെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവരുടെ ദുഷ്ടത്തരങ്ങൾ കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കുകയും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സകലതും കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ജാനകിക്ക് താങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ജാനകി ആകെ അങ്ങ് ഇല്ലാതായി പോവാണ്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലോട്ട് വരുന്നതാണ്. ഇവരുടെ വരവ് കണ്ട പാടെ തന്നെ ജാനകി ഓടിച്ചെല്ലുന്നുണ്ട്. ആഹാ, ആരൊക്കെയാ വരുന്നത്? അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ജാനകി, വീട്ടിലിങ്ങനെ തനിച്ചിരിക്കുമ്പോ എപ്പോഴും മോളുടെ ഓർമ്മയാണ്. അപ്പൊ തന്നെ മോളെ കാണാൻ തോന്നും. ആ സമയം വേണുവേട്ടൻ വിളിച്ചാ എത്ര തിരക്കാണെങ്കിലും എന്നെ ഇവിടെ കൊണ്ടാക്കി തരും. അപ്പൊ വേണു പറയുന്നുണ്ട്, അത് പിന്നെ പറയണോ, മക്കളോട് സ്നേഹമുള്ള അച്ഛനമ്മമാർ അങ്ങനെ തന്നെയല്ലേ. പ്രത്യേകിച്ച് എനിക്കും രേവതിക്കും കൂടി ഒരൊറ്റ മകളാ. അവളെ കാണാൻ തോന്നുമ്പോ ഞങ്ങൾക്ക് ഓടി ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ, അനാമിക മോളെ കാണാൻ അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്കും എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അച്ഛാ, ആഹാ, ദേ വേണുവേട്ട മോള്. അനാമികയെ കണ്ട പാടത്തിന് വേണു ഷോ ഇറക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, മോൾക്ക് എന്തോ ഒരു ക്ഷീണം പറ്റിയ പോലെ. മോള് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല കേട്ടോ. എന്റെ മോൾക്ക് ഓരോ ഇഷ്ടപ്പെട്ട തരം ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ കിട്ടിയാലേ അവൾ നല്ലോണം ഭക്ഷണം കഴിക്കൂ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. അതിനനുസരിച്ച് അമ്മ എനിക്ക് എന്നും ഭക്ഷണം ഉണ്ടാക്കി തരാറ്. ഞങ്ങൾക്ക് ജാനകിയെ വിശ്വാസക്കുറവൊന്നുമില്ല. ജാനകി ഞങ്ങളെ മോളെ പൊന്നുപോലെ നോക്കുന്നുള്ള വിശ്വാസം കൊണ്ടാ ഞങ്ങളെ മോളെ ഇപ്പോഴും ഇവിടെ നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോയേനെ. അയ്യോ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്. എനിക്കൊരു മോളില്ല. ആ സ്ഥാനത്താ ഞാൻ എന്റെ അനാമിക മോളെ കാണുന്നത്. അത്രയ്ക്കും ഞാൻ ഏറെ അടുത്ത് സ്നേഹിക്കുന്നുണ്ട് അനാമിക മോളെ. എന്തായാലും വന്ന കാലം നിൽക്കാതെ നിങ്ങൾ അങ്ങോട്ട് ഇരിക്കി. അതേസമയം തന്നെ അജയൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അജയേട്ടാ, ഇതാരാ വരുന്നേ നോക്കി. ആ, അനാമിക മോളുടെ അച്ഛനും അമ്മയോ? ആ, അജയൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, കുറച്ച് ദിവസത്തേക്ക് ഇനി ഓഫീസിലേക്ക് പോകുന്നില്ല. അപ്പൊ വേണു പറയുന്നുണ്ട്, ആഹാ, അത് കൊള്ളാലോ. എനിക്കൊന്നും നിന്ന് തിരിയാൻ നേരമില്ല. അത്രമാനം ബിസിനസ്സാ ഞാൻ എന്റെ തലയിൽ കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഒരുപാട് ആണുങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം അജയ. ഇത് കേട്ടപ്പോ അജയൻ അങ്ങ് പിടിച്ചില്ല കേട്ടോ. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അതിന് ഞാൻ വെറുതെ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുകയല്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് കരുതി. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതെ, അജയേട്ടന് കുറച്ച് ദിവസമായിട്ട് ഒരു അസ്വസ്ഥത. ഡോക്ടർ കുറച്ചു ദിവസം ഓഫീസിലേക്ക് ഒന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലിരുന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, മോൾ അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ രേവതി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അജയന് കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് വരായിരുന്നു. ഇതിപ്പോ മോളൊന്നും പറഞ്ഞതുമില്ല. നമുക്ക് മോളെ കാണണമെന്ന് പെട്ടെന്ന് തോന്നി. അപ്പൊ പിന്നെ ഒന്നും നോക്കാതെ ഇങ്ങോട്ടേക്ക് പോകുന്നതാ. വരുന്ന വഴിക്ക് ഒന്നും വാങ്ങിയതുമില്ല. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അതിനെന്തിനാ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വരുന്നത്? ഇവിടെ ഏത് സമയം എല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ടാകും. പുറമേന്ന് ഒരാൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. എന്നാലും അറിഞ്ഞ ബന്ധുക്കളെന്ന നിലയ്ക്ക് നമ്മൾ കൊണ്ടുവരണല്ലോ അജയ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന് മാത്രം എനിക്കെന്താ അസുഖം ഉള്ളത്? ചെറിയൊരു ക്ഷീണം. അതിന് ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ രേവതി പറയുന്നുണ്ട്, വേണുവേട്ടാ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ മോളുടെ കൂടെ മുകളിലുണ്ടാകും. ശരി ശരി, ദേ പെട്ടെന്ന് ഇറങ്ങിക്കോളണം. എനിക്ക് ചെന്നിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഓ, ഈ വീണേട്ടന്റെ ഒരു തിരക്ക് ഏത് സമയത്തും തിരക്കാ. പെട്ടെന്ന് വന്നേക്കാം. മോള് വാ. വേണു ചോദിക്കുന്നുണ്ട്, അജയ, നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടോ? അത്യാവശ്യം നല്ല കാണാൻ കൊള്ളുന്ന പ്രകൃതിയോടിണങ്ങിയ സ്ഥലം. എത്ര കാശ് വേണമെങ്കിലും തരാം. എനിക്ക് സ്ഥലം കിട്ടിയാൽ മതി. ഇനിയിപ്പോ കോടികൾ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സംസാരമൊക്കെ കേട്ടിട്ട് അജയനാകെ അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ. അതെ വേണു, ഞങ്ങളങ്ങനെ പ്രോപ്പർട്ടി ആർക്കും വാങ്ങി വിൽക്കാറില്ല. ഓരോ സ്ഥലത്തു നിന്നും പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാറേ ഉള്ളൂ. ആ, ഞാൻ വലതും വിൽക്കാൻ വെച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും അവർ തമ്മിൽ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മുകളിലെ അനാമികയും രേവതിയും സംസാരിക്കുന്നതാണ്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, മോളെ, അനീത് എവിടെ പോയി? ഓ, ഇത്രയും നേരം ഈ മുറിയിലുണ്ടായിരുന്നു. അവൻ എവിടെ പോയെന്ന് ആർക്കറിയാം. എന്തോന്നാ മോളെ ഇത്? അവനേറ്റ് ഏത് സമയം ഇങ്ങനെ അകലം പാലിച്ചോണ്ടിരിക്കുന്നത്? അവനെ നിന്നോട് ഞാനൊന്ന് സ്നേഹിക്കാൻ പറഞ്ഞതല്ലേ? ദേ അമ്മേ, എന്നെ കൊണ്ട് പറ്റുന്ന വല്ലതും പറ. പറ്റാത്ത കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? ദേ, അമ്മ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? നോക്കട്ടെ. അതെന്റെ ബാഗിലുണ്ട്.
എടുക്കമ്മേ, ഞാനൊന്ന് നോക്കട്ടെ. കാണാൻ മാത്രം ഒന്നുമില്ല, ഒരു വെള്ളപ്പൊടിയാ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് അനി മുറിയിലോട്ട് വരുന്നത് കേട്ടോ. ദേ, ഇപ്പോ ഉള്ള ബന്ധത്തിനേക്കാൾ അനിയുമായിട്ടുള്ള ബന്ധം മൂർച്ഛിക്കണമെങ്കിലേ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വേണം. അനി ഇവരുടെ സംസാരം കേട്ടിട്ട് ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഹോ, അവളെ കൊണ്ട് തന്നെ തല പെരുത്ത് നിൽക്കുക. അതിനിടെ കൂടെ ഇവളുടെ അമ്മ എന്തായാലും കുരുട്ടുബുദ്ധി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു എടുക്കായിരിക്കും മോൾക്ക്. ആ സമയത്താണ് രേവതി പറയുന്നത്, ദേ, നമ്മളുടെ മെയിൻ ഉദ്ദേശം ഈ സകല സ്വത്താണ്. അതെങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും മോളുടെ പേരിലാവണം. എന്നാലേ നമുക്കൊന്ന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇത് കേട്ടപ്പോൾ അനി പറയുന്നുണ്ട്, ഇവരൊന്നും ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇവരുടെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ തോന്നിയതാ വളച്ചു കെട്ടി എങ്ങോട്ട് പോവാണെന്നുള്ളത്. എന്നാലും എന്റെ അമ്മ ദിവസം കൂടുതോറും ഇവളുടെയൊക്കെ മുന്നിൽ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മ അങ്ങനെ ദിവസം ഇവരുടെ മുന്നിൽ വിഡ്ഢിയാവാൻ പാടില്ല. മോളെ, അനിയെ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കണം. അവനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് കുപ്പിയിലാക്കി വെക്കണം. പിന്നെ അവനെ നിന്റെ കാൽച്ചോട്ടി കിടക്കും. നീ പറയുന്നതെല്ലാം കേൾക്കും. നീ പറയുന്നത് എന്തു കേൾക്കുന്ന ഒരു പുരുഷനായിട്ട് അവ മാറണമെങ്കിൽ ഇതേ ഒരു മാർഗമുള്ളൂ. അപ്പൊ അനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഷേ, ഇവരെന്തൊരു സ്ത്രീയാ. ഞാൻ കരുതിയതിനേക്കാൾ എത്ര മോശപ്പെട്ടവരെ ഇവര്. ഇതെന്തായാലും അമ്മ അറിഞ്ഞേ പറ്റൂ. അവളുടെ കാൽ കിഴി കിടക്കാൻ നിന്നു കൊടുക്കാൻ ഞാൻ. കൃത്യസമയത്ത് തന്നെയാണ് അതിലൂടെ ജാനകി പാസ് ചെയ്യുന്നത് കേട്ടോ. ജാനകിയെ കണ്ട പാടത്തിന് അനി ശബ്ദം ഉണ്ടാക്കാതെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, ആ അനി, അനാമിമോളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നീ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയോ? ആ, ഞാൻ കണ്ടു അവര് വന്നത്. പിന്നെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ചെന്ന് അങ്കിളിനോട് സംസാരിക്കേ. ഓ, എനിക്കൊന്നും വയ്യ. ദേ അമ്മേ, അമ്മയൊന്നും എന്റെ കൂടെ പെട്ടെന്ന് വന്നേ. എനിക്കിപ്പോ വയ്യ. ഞാൻ അച്ഛനും അമ്മയും വിളിക്കാൻ പോവാണ്. അവര് വന്നതല്ലേ. മുത്തശ്ശനും മുത്തശ്ശിയും വന്നോളൂ. അമ്മയൊന്നും എന്റെ കൂടെ വാ, പെട്ടെന്ന് പോവാം. ചേടാ, ഇത് വലിയ കഷ്ടാണല്ലോ. എങ്കിൽ പിന്നെ നീ നടക്ക്. എന്തായാലും അനിയും ജാനകിയും കൂടി അനിയുടെ മുറിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നിന്റെ മുറിയിലോട്ടാണോ? അവിടെ അനാമികമോളും അനാമികമോളുടെ അമ്മയുണ്ട്. അവര് കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്. അവർക്ക് പലതും സംസാരിക്കാനുണ്ടാവില്ലേ. അതിനിടയ്ക്ക് നമ്മൾ കയറി ചെല്ലണോ? അമ്മ മിണ്ടരുത്. മിണ്ടാതെ ഇവിടെ നിന്ന് ഞാൻ പറയുന്നൊക്കെ കേട്ടോളണം. എന്തോന്ന്? നീ എന്തൊക്കെയാടാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, ഒന്ന് മിണ്ടാതിരുന്ന് ശാന്തമായിട്ട് അവര് പറയുന്നൊന്ന് കേൾക്ക്. അയ്യേ, മറ്റുള്ളവര് പറയുന്നത് നമ്മൾ ഒളിഞ്ഞു കേൾക്കേ. ഇതെന്തൊരു മോശം സ്വഭാവാ. അനി, നിന്റെ സ്വഭാവമൊക്കെ മോശമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മ ആദ്യം അവര് പറയുന്നത് കേട്ടിട്ടെ എന്റെ സ്വഭാവം മോശമാണോ അല്ലേന്ന് പറ. നീ ആ മറ്റവൾമാരുടെ കൂടെ കൂടിയിട്ടേ നിന്റെ സ്വഭാവം മോശമായിട്ട് വരിക തന്നെയാ. എന്റെ പൊന്നമ്മയെ ഒന്ന് പതുക്കെ പറ. ആദ്യം ഒന്ന് കേൾക്ക്, എന്നിട്ട് പറ എന്റെ സ്വഭാവം ചീത്തയാണെന്ന്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ജാനകി അവര് പറയുന്നത് കേൾക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അമ്മേ, ആ പൊടി ഇങ്ങനെ എടുക്ക്. ഈ പാല് കലർത്തി വെക്കട്ടെ. ദേ, ഈ പാൽ എങ്ങനെയെങ്കിലും അനിയുടെ വയറ്റിലെത്തണം. കേട്ടല്ലോ? അനി അല്ലാതെ മറ്റൊരാൾ ഇത് കുടിച്ചേക്കരുത്. അയ്യോ, അങ്ങനെ വലുത് സംഭവിച്ച എന്താ ഉണ്ടാവും അമ്മേ? എന്തുണ്ടാവാനാ? എന്തായാലും തിരിഞ്ഞു കൊത്താതിരുന്നാ മതി. മോള് കുറച്ച് സ്നേഹമൊക്കെ നടിച്ച് അവന്റെ വയറ്റിൽ ഇതെങ്ങനെയെങ്കിലും എത്തിക്ക്. ശരിയമ്മേ, ഞാൻ എന്റെ കഴിയുന്നത് നോക്കാം. നോക്കിയാ പോരാ, അവന്റെ വയറ്റിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകുള്ളൂ. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നിങ്ങളുടെ ഈ ബന്ധത്തിന് ഒരു ദൃഢതയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ സ്വത്തിന്റെ ഒക്കെ അവകാശിയായി. പിന്നെ നമുക്ക് എന്ത് വേണം മോളെ? നിന്റെ കുഞ്ഞിനും ഇവിടുത്തെ സ്വത്തിൽ അവകാശം ഉണ്ടാകും. അമ്മയുടെ ഐഡിയ ഏതായാലും കൊള്ളാം. ഇതെങ്കിലും ഒന്ന് സക്സസ് ആയാൽ മതിയേനെ. അതൊക്കെ ആവും. എന്റെ മോള് സന്തോഷായിട്ടിരിക്കും. ആദ്യം ഈ പാലിൽ ഇത് കലർത്ത്. ഇതൊക്കെ കേട്ടിട്ട് ജാനകി ആകെ അങ്ങ് തടുത്തു പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, മരുമോളുടെ അമ്മയുടെ സ്വഭാവം എങ്ങനെയുണ്ടമ്മേ? ജാനകിയുടെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അതേ മോളെ, നമുക്ക് അങ്ങോട്ട് തയ്ക്ക് ചെല്ലാം. അധിക നേരം ഇവിടെ നിന്ന് സംസാരിച്ചാലേ അത് മറ്റാരെങ്കിലും ശ്രദ്ധിക്കും. അത് പറഞ്ഞത് ശരിയാമ്മേ. ചുറ്റിലും കാത് കൂർപ്പിച്ച് നടക്കുക പലരും ഇവിടെ. പിന്നെ അമ്മേ, ആ അനിയുടെ അമ്മയില്ലേ, ആ തള്ള ഇനിയിപ്പോ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടാകും. നമുക്ക് പോവാമ്മേ. എന്നാ ഇതൊക്കെ ജാനകി നല്ല വെടിപ്പിനും വൃത്തിക്കും കേൾക്കാണ് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ആ പിന്നെ അവരോട് ഇപ്പൊ മര്യാദയ്ക്കൊക്കെ നിന്നോ. നിന്റെ കുഞ്ഞ് പറഞ്ഞാലേ നീ പിന്നെ അവരോട് എങ്ങനെ പെരുമാറിയാലും ഒരു കുഴപ്പമില്ല മോളെ. അവരോടെന്നല്ല, ഈ വീട്ടിൽ ആര് മോളെ തിരിഞ്ഞു കൊത്താൻ നോക്കിയാലും അവരെ അടിച്ച് താഴെ ഇടാൻ നമുക്ക് ഇതേ ഒരു മാർഗമുള്ളൂ. നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്തോളണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അവര് വരുന്നോന്ന് മനസ്സിലാക്കിയ അനി അമ്മയും കൊണ്ടിട്ട് പിന്നിലോട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ രേവതിയും അനാമികയും അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, അമ്മ കരയാണോ? മോനെ, എനിക്കിന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പറ്റണം അമ്മേ. അമ്മ ഇവർക്കും വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇവള് കാരണം അമ്മ നയനെടുത്തിയെ വെറുത്തു. മുത്തശ്ശനും മുത്തശ്ശിയുടെ ഇടയിൽ ഇപ്പൊ വല്യമ്മയേക്കാൾ മോശം സ്വഭാവം അമ്മയുടേത്. അമ്മ നയനെടുത്തിയൊക്കെ അകറ്റിയപ്പോൾ അവരെത്രത്തോളം വിഷമിച്ചെന്നറിയൂ. നന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ നന്ദുവിനെ അമ്മ വിഷമിപ്പിച്ചത്. മോനെ, ഇങ്ങനെയൊന്നും പറയാതെ എന്നോട്. ഞാൻ അവരെ വിശ്വസിച്ചു പോയില്ല മോനെ. ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്നെ വഞ്ചിക്കാണ്. ഒരിക്കലും അല്ല അമ്മേ. നയനെടുത്തി അമ്മയെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. എനിക്ക് നന്ദുവിനെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളത് മറച്ചു വെച്ചിട്ടുള്ള അമ്മേ. മറച്ചു വെച്ച് അമ്മയ്ക്ക് വേണ്ടിയേ ഞാൻ ഇവളെ വിവാഹം ചെയ്തത്.
അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ എന്നെ അങ്ങനെ വഞ്ചിച്ച് ഈ തറവാട്ടിൽ സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. ജാനകി ഇനി മരുമകളെ 8ന്റെ പണി കൊടുത്ത് പഠിപ്പിക്കാൻ തന്നെ പോവാണ് കേട്ടോ. അവളിട്ട് കഷ്ടപ്പെടുത്താൻ പോവാണ്. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വെടിക്കുന്ന ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.